ഷാഹി കബീർ തിരക്കഥ എഴുതി കിരൺദാസിൻ്റെ ആദ്യ സംവിധാനമായ കുഞ്ചാക്കോ ബോബൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഉന്മാദം. സിനിമയുടെ തുടക്കത്തിൽ നൽകിയ ഉന്മാദം അവസാനത്തിലേക്ക് എത്തിയപ്പോൾ കിട്ടിയില്ല. സിനിമ തുടങ്ങി ആദ്യം തന്നെ നമ്മൾ സിനിമയിലേക്ക് ഇന്നാവും, ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും. ആ ഒരു ഫീലിൽ സിനിമ തുടങ്ങും. നമ്മൾ വിചാരിക്കും നല്ലൊരു ത്രില്ലറാണ്, നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അത്ര എക്സ്പെക്റ്റേഷനോടെ നമ്മൾ ഇരിക്കും. എന്നാൽ പ്രധാന ഇൻസിഡൻറ്റിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ ആകെ ബാഡടിക്കും. എനിക്ക് ആദ്യം അങ്ങനെ ഒരു ഫീല് തോന്നിയത് ഇതിലേക്ക് ഹൊറർ എലമെൻറ്റ് ഉൾപ്പെടുത്തിയത് കണ്ടപ്പോഴാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സ്പോയിലർ ഉണ്ടാവും. സോ ഒരു ശകലം പോലും സ്പോയിലർ ഉണ്ടാവരുത് എന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇവിടെ കൊണ്ട് പോസ് ചെയ്തിട്ട് പിന്നീട് കാണുന്നതാവും ഉചിതം. എന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷൻ, ഈ പോലീസ് സ്റ്റേഷനിലാണ് കഥാനായകൻ ജോലി ചെയ്യുന്നത്. ട്രാൻസ്ഫർ കിട്ടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ആ അന്ധവിശ്വാസം എന്തെന്നാൽ ആരാ ഫയലിൽ തൊട്ടാലും അവിടെ ഒരു മരണമോ ഒരു സസ്പെൻഷനോ അറ്റ്ലീസ്റ്റ് ഒരു പോലീസുകാരൻ്റെ ഡ്രസ്സിലൊരു ചോരയെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു അന്ധവിശ്വാസം. സോ അങ്ങനെ ഒരു അന്ധവിശ്വാസം തുടക്കത്തിൽ കാണിച്ചപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബാഡ് അടിച്ചു എനിക്ക്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കാണാൻ പോകുമ്പോൾ അതിലേക്ക് അന്ധവിശ്വാസം കൊണ്ടുവന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ തിരക്കഥാകൃത്തിന് കുറച്ചുകൂടി ഈസി ആവും. സത്യം പറഞ്ഞാൽ തിരക്കഥാകൃത്തിന് പണിയെടുക്കാൻ വയ്യായെങ്കിൽ അവിടെ ഒരു ഗോസ്റ്റിനെയോ ഒരു പ്രേതത്തിനെയോ ആത്മാവിനെയോ കൊണ്ടുവന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആത്മാവിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശുഭം, അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. സോ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുമ്പോൾ അവിടെ ഓക്കെ ഒരു സൂപ്പർ നാച്ചുറൽ പവറോ എന്ത് വേണമെങ്കിലും കാണിക്കാം. ബട്ട് സിനിമയിലെ ടോട്ടാലിറ്റിയിൽ എല്ലാ ഇതും കണ്ടുപിടിക്കുന്നതിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഒരു ആത്മാവ് ഇടപഴകി അതുകൊണ്ട് മാത്രം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഡൈജസ്റ്റബിൾ അല്ല. സിനിമയിൽ പോരായ്മയായിട്ട് തോന്നിയത് എനിക്കത് തന്നെയാണ്. സയൻറ്റിഫിക്കലി തെളിവുകൾ കണ്ടുപിടിച്ച് അന്വേഷണം ആ ഒരു രീതിയിൽ കൊണ്ടുപോയി ഈ ഒരു കോൺസെപ്റ്റ് സൈഡിൽ കൂടി ഉണ്ടായിരുന്നുവെങ്കിലും ബെറ്റർ ആയാണ്. എന്നാൽ ഇത് കംപ്ലീറ്റ്ലി ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്തു പോയി ഇതിൻ്റെ തെളിവ് കണ്ടുപിടുത്തവുമല്ല. ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ കാര്യം ഇതിലെ പെർഫോമൻസ് ആണ്. എല്ലാവരുടെയും പെർഫോമൻസും വളരെ മികച്ച രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കുഞ്ചാക്കോ ബോബൻ എടുത്തു പറയണം, പിന്നെ ലിജോ മോൾ, സുധീഷ്, അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസ് അത് ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകൾ അഭിനയിച്ച് ബലിപ്പിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് പോരായ്മ തോന്നിയ മെയിൻ കാര്യം ഇതാണ്. അത്ര കുറ്റം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. സിനിമ ഒരു വട്ടം കാണാം. നമ്മൾ തിയേറ്ററിൽ കയറി സിനിമ തുടങ്ങി ഒരു ഇൻ്റർവെല്ലിനപ്പുറവും നമുക്കൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. എന്താണ് ഏതാണെന്ന് നമുക്കിങ്ങനെ അന്വേഷണത്തിലാണ് പോകുന്നത്. ബട്ട് എനിക്ക് പ്രധാന പ്രശ്നം തോന്നിയത് ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഇൻവോൾവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ആത്മാവിൻ്റെ കൈകടത്തലാണ്. അത് ടോട്ടലി എന്നെ സിനിമയിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ലെവലിലേക്ക്, ഒരു ഉന്മാദം കിട്ടാത്ത ലെവലിലേക്ക് എത്തിച്ചു. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു ഉന്മാദം കിട്ടിയിരുന്നു. കൊള്ളാം, നല്ലൊരു ത്രില്ലറാണല്ലോ എന്നുള്ളൊരു ഉന്മാദത്തിലാണ് കണ്ടു തുടങ്ങിയത്. എന്നാൽ പിന്നീട് ആ ഉന്മാദം നശിപ്പിച്ച് കൈ തന്നു. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സിനിമ കാണാത്തവരാണെങ്കിൽ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമായിട്ട് യോജിച്ച് പോകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.